ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതുമായ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കവും ഒരു ടൊമാറ്റോയും ഒരു സവാളയും 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റും ആണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം നൈസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇനി അല്ലാതെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് നോക്കിയിട്ട് എടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് 4 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ചില്ലി ഫ്ലേക്സിന് പകരം വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. 1.25 കപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം ഇൻസ്റ്റന്റ് ഓട്സ് ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല, അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കടലമാവ് നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം 1 എഗ്ഗ് കൂടി എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉപ്പ് എരിവെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എരിവ് കുറവുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഓരോ തവി മാവ് വീതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതിൽ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടുള്ളത് കൊണ്ട് ഇത് നൈസായിട്ട് അങ്ങനെ പരത്തിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെറുതായിട്ട് കനത്തിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് നെയ്യ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിലും മേൽഭാഗത്തൊക്കെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം വളരെ കുറവിൽ വെച്ച് കൊടുക്കരുത്. ഒരു ലോ ഫ്ലെയിമിന്റെയും മീഡിയം ഫ്ലെയിമിന്റെയും ഇടയിലായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു സൈഡ് നന്നായിട്ട് കുക്കായിട്ട് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മൊരിയിച്ചെടുക്കുക. നല്ലതാണ് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ ഇതിവിടെ ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. ഇത് സെർവ് ചെയ്യുമ്പോൾ വെജ് കറീസിന്റെ കൂടിയും അതുപോലെ തന്നെ നോൺ വെജ് കറീസിന്റെ കൂടിയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടി മറക്കരുത്. എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കാണാനും നല്ല രസമാണ്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. Thank you.